2016 അഴീക്കോട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയുടെ അയോഗ്യതാ കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുന്നു. കേസിലെ KM ഷാജിയുടെ അപ്പീലും ഷാജിക്കെതിരെ MV നികേഷ് കുമാർ നൽകിയ ഹർജിയുമാണ് ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് ഇന്ന് പരിഗണിക്കുക. KM ഷാജി മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ലഘുലേഖകൾ വിതരണം ചെയ്താണ് വോട്ട് പിടിച്ചതെന്നാണ് MV നികേഷിന്റെ ആരോപണം. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. വിനീത, MV നികേഷ് കുമാർ പറയുന്ന കാര്യത്തിൽ കോടതി നിൽക്കുമോ എന്നാണ് നമുക്കിന്ന് അറിയാൻ കഴിയുക. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SK. തീർച്ചയായും അക്കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഇന്ന് കൂടുതൽ വ്യക്തതയുണ്ടാകും. കോടതി ഇന്ന് എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്ന് ഇന്ന് രാവിലെയോടുകൂടി തന്നെ അറിയാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെയാണ് ഈ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. 2016 അഴീക്കോട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട KM ഷാജിയുടെ അയോഗ്യതാ കേസാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുക. കേസിൽ KM ഷാജിയുടെ അപ്പീലും ഒപ്പം തന്നെ ഷാജിക്കെതിരെ MV നികേഷ് കുമാർ നൽകിയ ഹർജിയുമാണ് ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഹർജിയിലെ മറ്റ് ആവശ്യങ്ങൾ അപ്രസക്തമായെങ്കിലും ഷാജിക്ക് ഹൈക്കോടതി വിധിച്ച അയോഗ്യത അത് പ്രാബല്യത്തിലാക്കണമെന്ന നികേഷ് കുമാറിന്റെ ആവശ്യമാണ് ഹർജിയിലുള്ളത്. കേസിൽ നേരത്തെ തന്നെ കേരള ഹൈക്കോടതി വിധിച്ച അയോഗ്യതയ്ക്കെതിരെ KM ഷാജി നൽകിയ അപ്പീലിൽ സുപ്രീം കോടതി അനുകൂല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.